ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നമ്മുടെ ദൂരെയൊക്കെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏറ്റവും എളുപ്പമായിട്ടുണ്ടാക്കാം. അതിന് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലോട്ട് 2-3 ഏലക്ക, പട്ട, 2-3 ഗ്രാമ്പു ഇതിട്ടതിന് ശേഷം ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 2-3 ബീൻസ് ചെറുതായി അരിഞ്ഞതൂടെ ചേർക്കാം. ഇനി ഫ്രോസൺ മട്ടറാണ് ഞാനിവിടെ ചേർക്കുന്നത്, അല്ലെങ്കിൽ ഗ്രീൻ പീസ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കാം. ഇനി ഇതിലോട്ട് ഞാൻ കഴുകി വാരി വെച്ച അരിയൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 1.5 കപ്പ്, ചെറിയ കപ്പാണ്, 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 പേർക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള ചോറാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചൊന്ന് അല്പനേരം ഒന്ന് ഇളക്കണം. ഒരു 3-4 മിനിറ്റ് ഇളക്കിയാൽ അതൊന്നെല്ലാം ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാനിവിടെ വെള്ളം 1.5 കപ്പായത് കാരണം ആ കപ്പിന് തന്നെ 4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അത് ഓരോ അരിയുടെ അനുസരിച്ചിരിക്കും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അടച്ചു വെച്ച് അല്പനേരം വേവിക്കാം. വെള്ളം പറ്റുന്നിടം വരെ വേവിക്കണം. പിന്നെ ടോപ്പിങ്ങിനായിട്ട് ഞാൻ കുറച്ച് കിസ്മിസ്, സവാള, ഉള്ളി ഇതെല്ലാം നെയ്ക്കകത്ത് വറുത്ത് കോരി നമ്മൾ ചോറ് വേവുന്ന നേരം കൊണ്ട് ഇതെല്ലാം നമുക്ക് വേറെ ഫ്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ കശുവണ്ടിയും വറുത്ത് ചേർക്കാൻ നല്ലതാണ്. ഞാനിത് ഇട്ടിട്ടില്ല. മല്ലിയില ചെറുതായി അരിഞ്ഞതൂടെ ചേർക്കാം. അങ്ങനെ മക്കളെല്ലാം ഉണ്ടാക്കി നോക്കുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ബൈ ബൈ.